Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, Morning, ma'am. ma'am. Okay, start ചെയ്യാം. Once again, good morning. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിപ്പിച്ചു എന്നാണ്. ഓർമ്മയുണ്ടോ? തീർന്നായിരുന്നോ ചാപ്റ്റർ? സൗണ്ട് ഇല്ലേ? ഹലോ, ഓക്കെ, അവസാനിപ്പിച്ചു. പിന്നെന്താ ചെയ്തത്? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നോ? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നോ? പറയ്. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. മ്യൂട്ട് ചെയ്തിട്ടില്ല. മ്യൂട്ട് ചെയ്യുമ്പോൾ മിണ്ടാതിരുന്നാ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നില്ലേ? എന്താണത്? ഓണം കഴിഞ്ഞപ്പോ എല്ലാവരും സൗണ്ട് ഒക്കെ പോയാ? ഓണം കഴിഞ്ഞ് വരുമ്പോ മിണ്ടില്ലാന്നായിരുന്നോ? ഇപ്പൊ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞതാണല്ലോ കുറച്ചു പേരൊക്കെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നോ? ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആണോ തന്നത്? ഐ തിങ്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നത് പോലെയാണ് എനിക്ക് തോന്നണത്. വേഗം പറയും. ഒരു 6 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതാ ചോദിക്കണേ. 6 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നല്ലോ. എനിക്ക് എന്റെ കയ്യിൽ ഒരു 10-20 സംതിങ് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് 5-6 ക്വസ്റ്റ്യൻസ് തന്നതായിട്ടാണ് എന്റെ ഓർമ്മ. അതൊന്ന് കൺഫേം ആക്കാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് മറുപടി പറ. എല്ലാവരും ഇണ്ടാതിരുന്നാൽ എങ്ങനെയാ? നമ്മള് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ഓൺ മ്യൂട്ട് കൊടുത്തിട്ടില്ല. ഓൺ മ്യൂട്ട് കൊടുക്കുമ്പോ പിന്നെ മിണ്ടണ്ട. ഓക്കെ, വരവിരിക്കുന്നത്. അപ്പൊ 6 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ആ 6 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാളൊന്ന് പറയാമോ? ഇപ്പൊ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടൊന്ന് ആൻസർ പറയാം. ബാക്കിയുള്ളവർ മിണ്ടുന്നില്ല. അപ്പൊ ഇപ്പൊ സംസാരിച്ച ആളൊന്ന് റോഷ്നിയാണോ? ഓക്കെ, റോഷ്നി ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. എല്ലാത്തിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. കിട്ടിയതിന്റെ ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിയോതെറാപ്പി കംസ് അണ്ടർ ഡാഷ് ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. തെറാപ്യൂട്ടിക് ആണോ മാം? തെറാപ്യൂട്ടിക് എന്നാണോ ആൻസർ ചെയ്തിരിക്കുന്നത് എല്ലാവരും? ഫിസിയോതെറാപ്പി കംസ് അണ്ടർ ഡാഷ് ഇൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതിന്റെ ആൻസർ തെറാപ്യൂട്ടിക് ആണോ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതിന്റെ കീഴിലാണ് ഫിസിയോതെറാപ്പി വരുന്നത് എന്നാണ്. നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിള് ഫ്രണ്ട് പേജിൽ തന്നെ പഠിച്ചിരുന്നു ഇല്ലേ? അതിനകത്ത് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്, ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെ 4 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഓരോന്നിലും കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പറഞ്ഞു തെറാപ്യൂട്ടിക്. തെറാപ്യൂട്ടിന്റെ കീഴിൽ ഏതൊക്കെയാ വന്നിരുന്നത്? നമ്മൾക്ക് രോഗം നേരിട്ട് ഭേദമാകുന്നതിന് സഹായിക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അതേതൊക്കെയാ? ഫാർമസി, മരുന്ന് കഴിച്ചാലേ രോഗം നേരിട്ട് രോഗം മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടാ മരുന്ന് കഴിക്കണം അല്ലെ? ഫിസിയോതെറാപ്പി അതൊരു ഹീലിംഗ് ഒരു എന്താ പറയാ തെറാപ്പിയാണ്. നമുക്ക് പല ശരീരത്തിന് എന്താ പറയാ മസിൽസിനും ജോയിന്റ്സിനും ഒക്കെ ഉണ്ടാകുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ആക്സിഡന്റ്സ് കൊണ്ടുണ്ടാകുന്ന ചില എന്താ പറയാ ഇഞ്ചുറീസ് ഒക്കെ, അതിന്റെ ബോൺ എന്താ പറയാ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അന്നേരം ഹീലായെങ്കിലും പിന്നീട് അതിൽ നിന്നും പല വേദനകളും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഹീലിംഗ് തെറാപ്പിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതും പിന്നെ ഡയറ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രോഗം ഭേദമാകുന്നതിന് അവർ പറയുന്നത് രീതിയിലുള്ള ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം, ഏതൊക്കെ ഫുഡ് നമ്മൾ കൂടുതൽ നമ്മുടെ എന്താ പറയാ ഫുഡിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ അവർ പറയും. അപ്പൊ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അതനുസരിച്ചൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് കംപ്ലീറ്റ്ലി നമ്മളുടെ എന്ത് അസുഖത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തെറാപ്യൂട്ടിക്കിന്റെ കീഴിലാണ് ഏത് വരിക?
തെറാപ്യൂട്ടിക് സപ്പോർട്ടീവില് തെറാപ്യൂട്ടിക്കിലാണ് ഏത് വരുന്നത്? ഫിസിയോതെറാപ്പി. ആൻസർ റോഷ്നി, അടുത്ത ആൻസർ ക്വസ്റ്റ്യൻ വായിക്കൂ. Second question, laboratory and radiology is under dash of supportive department. The diagnostic ആണോ? വെരി ഗുഡ്. ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. സപ്പോർട്ടീവിന്റെ ഏത് വിഭാഗത്തിലാണ് നമ്മുടെ ലബോറട്ടറിയും റേഡിയോളജിയും വരുന്നത്? അത് ഡയഗ്നോസ്റ്റിക് രീതിയാണ്. അതായത് നമ്മുടെ രോഗം എന്താണെന്ന് പ്രത്യക്ഷ, അതായത് നമ്മൾ അപ്പിയറൻസിൽ നിന്ന് അല്ലെങ്കിൽ വെറുതെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസിൽ നിന്ന് ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സജസ്റ്റ് ഫോർ എന്താ പറയാ ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ റേഡിയോളജി ട്രീറ്റ്മെന്റുകളോ അതിൽ നിന്ന് അവരുടെ രോഗം എന്താണെന്ന് കൺഫേം ചെയ്യാനുള്ള രീതികളാണ്. അതുകൊണ്ടാണ് രോഗനിവാരണ രീതികളാണ്. ലബോറട്ടറിയും റേഡിയോളജിയുമാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ. ഇത് കംസ് അണ്ടർ ഡയഗ്നോസ്റ്റിക്കിന്റെ കീഴിലാണ് വരിക. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Third question, medical department are classified as dash and dash. Outpatient department, inpatient department. Yes, correct answer ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. General surgery is included in dash of medical department. And answer കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ ജനറൽ സർജറി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഏതിന്റെ കീഴിൽ വരുന്നു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു IPD ആൻഡ് OPD അല്ലെ? IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എന്ന് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇൻപേഷ്യന്റിൽ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട് പേഷ്യന്റിൽ. അങ്ങനെ വരുമ്പോ ഏതിലാണ് വരിക? ഇൻപേഷ്യന്റിൽ വരുമോ ഔട്ട് പേഷ്യന്റിൽ വരുമോ? അതാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരും ജനറൽ സർജറി എന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഔട്ട് പേഷ്യന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടാ. General surgery is included in outpatient OPD of medical department. Next one. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. Dash is the department mainly concentrated on providing quality patient care for elderly people. Geriatrics. Yes, geriatrics ആണ് correct answer. Okay, next one. അടുത്ത ക്വസ്റ്റ്യൻ. Labor rooms and maternity wards are dash service medical department. Inpatient service. Inpatient സർവീസസിലാണ് ലേബർ റൂമും മെറ്റേണിറ്റി. അത് ഗൈനക്കോളജിയിൽ കൊണ്ടുപോയി എഴുതരുത്. കാരണം കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യം. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ് ആർ ഡാഷ് സർവീസസ് ഇൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. എന്ത് സേവന വിഭാഗത്തിൽ വരും? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് സേവന വിഭാഗത്തിലാണ് ലേബർ റൂമും മെറ്റേണിറ്റി വാർഡുകളും വരിക എന്നാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നു എന്നല്ല ചോദിച്ചത്. ഗൈനക്കോളജിന്ന് എഴുതി വെക്കുന്നവര് ഉണ്ടായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോ. അത് കൺഫ്യൂസ്ഡ് ആക്കി. കൺഫ്യൂഷൻ ഒരു ആവശ്യമില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏത് സേവന വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ഇൻപേഷ്യന്റ് സർവീസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് തോന്നണ ഇല്ലേ? ആറിനോടോ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വേഗം ഞാൻ തരാം. ആൻസേഴ്സ് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം അടുത്ത ചാപ്റ്റർ എടുക്കാനുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ഓർമ്മയിട്ട് കൊടുക്കണേ. കുറച്ച് പേരൊക്കെ ഒട്ടും തന്നെ സംസാരിക്കേണ്ടാവുന്നത് തീരുമാനിച്ചൊന്നൊക്കെയാണോ? ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കണ്ടേ? സംസാരിക്കാതെ പിന്നെ എങ്ങനെയാ? അതായത് വെറുതെ സംസാരിക്കുന്ന വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നിട്ടുണ്ട്. ഇത്ര ക്വസ്റ്റ്യനാ മിസ് തന്നേക്കണേന്നൊക്കെ ഒന്ന് വേഗം വേഗം ചാടി ചാടി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോർഷൻസ് എനിക്ക് വേഗം എടുത്തു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? നിങ്ങൾ ചോദിച്ചു. കാരണം നമ്മളിപ്പോ എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി എടുക്കുന്നതായതുകൊണ്ട് നിങ്ങളോട് കൂടി ഞാൻ എഴുതി വെക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര വരെയാണ് ഓരോ ക്ലാസ്സിൽ എടുക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ കാര്യമാണ്. ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ പിന്നീട് പറയും അയ്യോ മിസ് അത് എടുത്തില്ലല്ലോ, എന്നിട്ട് പിന്നെ മിസ് അപ്പുറത്തെ പോയിട്ടെ എന്നൊക്കെ. അപ്പൊ നിങ്ങളോടുകൂടി കൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി പേര് കൂടി കാര്യം പറയുമ്പോൾ മിസ് ഇത്ര വരെയാണ് എന്ന് പറയുമ്പോൾ എനിക്കതൊരു ബലമാണ്. ഓക്കെ, അതിനുവേണ്ടി ചോദിക്കണേ. അല്ലാതെ വെറുതെ വന്നിരുന്നത് ഒരു ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നതല്ല. നമ്മള് അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇത്ര ടോപ്പിക് വരെയാണ് ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങളോടുകൂടി ഒന്ന് പറഞ്ഞ് ഇന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി നമുക്ക് അതനുസരിച്ചിട്ട് ബാക്കി പോർഷൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടി സംസാരിക്കുന്നതല്ലാന്ന് നിങ്ങൾ മനസ്സിലായി. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കോഴ്സ്. അതിന്റെ ഈ ഒരു പഠിക്കുന്നതിന്റെ ഈ ഒരു ലേണിംഗിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ഇവിടെ സംസാരിക്കാറുമില്ല. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടാ. പെട്ടെന്ന് എഴുതിക്കോ. 7th ക്വസ്റ്റ്യൻ ആണ്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ
consultation doctors are usually appointed. Consultation doctors are usually appointed to handle dash. Consultation doctors are usually appointed to handle dash. Next question. Dash is the department. In which people come to the hospital for consultation but not for admission. Dash is the department to which people come to the hospital for consultation but not for admission. Next one. Casualty and emergency departments. And Anita, what happens? And they will second question. Dash is the department to which people come to the hospital for consultation but not for admission. Okay, next one. Arila kittata edengalum words o question o miss ayengila adannulla space avade vittu അടുത്ത question ലേക്ക് പോയിക്കോ. ലാസ്റ്റ് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയവരുണ്ടായിരിക്കും, അവർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത് തരും. നിങ്ങളുടെ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലാതെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ നോക്കിയിരിക്കരുത് പ്ലീസ്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് ഫോർവേഡ് ചെയ്യുന്നതല്ല. അപ്പൊ നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇത് പോകും, തീർന്നു. ചിലപ്പോൾ നെറ്റിന്റെ ഇഷ്യൂ കൊണ്ട് ചിലർക്ക് ചില വേർഡ്സോ ചില സെന്റൻസോ ചില ക്വസ്റ്റ്യൻസോ അങ്ങനെ തന്നെ മിസ്സായി പോകും. വിട്ടേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് are also called dash. Casualty and emergency department are also called dash. Next one. Dash department should be well equipped with all kinds of emergencies. Dash department should be well equipped with all kinds of emergencies. Next one. The biggest area of heart disease is dash. Biggest area of heart disease is dash. എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? Yes. Okay. Next one. Dash anesthesia is provided. Dash anesthesia is provided usually by dentist. Dash anesthesia is usually provided by dentist. Dentist. Next one. Patient's blood pressure, comma, heart rhythm, heart rhythm, RHYTHM, heart rhythm, comma, temperature level, etc. are monitored in
etc. are monitored in dash anesthesia. Dash anesthesia. Patient's blood pressure, heart rhythm, temperature level, etc. are monitored in dash anesthesia. Next one, critical care unit. Critical care unit is other name for dash. Critical care unit is other name for dash. Next, 15th question ആണ്. ENT surgeon is called dash. ENT capital letters എഴുതണം. ENT surgeon is called dash. ENT surgeon is called dash. Next one, tear duct problem. Tear duct, DUCT, tear duct problem is cured under dash department. Is cured, CURED, cured under dash department. Tear duct problem is cured under dash department. Next question, endocrine system includes endocrine system includes dash. Endocrine system എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ എല്ലാം പേരുകൾ എഴുതുക കേട്ടോ. നോട്ടിഫൈ ചെയ്ത് എഴുതാൻ കാരണം അത് ഏതൊക്കെയൊക്കെ അതിനകത്ത് endocrine സിസ്റ്റത്തിൽ വരാത്തത് ഏതാണോ അല്ലെങ്കിൽ ഇതിൽ പെടുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നതാണ് endocrine സിസ്റ്റത്തിൽ എന്തൊക്കെ പെടുന്നു. അതിന് ഓരോ endocrine സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസിന്റെ പേരുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കിയില്ല. നെക്സ്റ്റ് വൺ, dash is the medical specialty. Dash is the medical specialty. Dash is the medical specialty that deals with the study of hormones. That deals with the study of hormones and hormone related glands. And hormone related glands. Dash is the medical specialty that deals with the study of hormones and hormone related glands. Next one. Another question. Yes, അടുത്തത് therapy units and palliative care services are palliative, PALIATIVE, palliative care units, palliative care services, units ആയാലും കുഴപ്പമൊന്നുമില്ല. Therapy units and palliative care services are provided by dash departments. Provided by dash department. Next question. Three specialty areas in gynecology are dash. Three specialty areas in gynecology are dash. Next one, expands ART. Capital letters എഴുതണം. ART എന്നുള്ളത് expands ART. Next one, electrolyte disturbance and hypertension are treated in dash.
treated in dash. Electrolyte disturbance and hypertension are treated under dash. Next one, expand PET. PET capital letters line. Expand PET. Next one, biopsy and surgical resection. Biopsy, BIOPSY. Biopsy and surgical resection of tumors. Surgical resection of tumors are done in dash oncology. Are done in dash oncology. Biopsy and surgical resection of tumors are done in dash oncology. Next one, examples of diseases. Examples of diseases treated with nuclear medicine. Treated with nuclear medicine are dash. Treated with nuclear medicine are dash. Examples of diseases treated with nuclear medicine are dash. ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗം നോക്കാനായിട്ട് ഏതൊക്കെ ഡിസീസസ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് അതിനുള്ള എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന അതിനകത്തുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക, എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ. The department deals with a broad range of BROAD, broad range of psychosocial issues. Psycho, PSY, CHO, SOCIAL. Psychosocial, PSY, CHO, SOCIAL. Psychosocial issues and stresses related to coping with, COPING, coping with illness and maintaining health. Illness and maintaining health is dash. Next one, dash department ensures dash department ensures the hospital in its operable condition. OPERABLE. Operable condition. ഹോസ്പിറ്റലിനെ ഓപ്പറബിൾ കണ്ടീഷനിൽ ആക്കി വച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ, dash is the department handling. Dash is the department handling the recording and maintaining of all records and files of inpatients as well as outpatients.
inpatients as well as outpatients. Next one. The department that handles financial aspects of hospital, that handles financial aspect, ASPECT, aspects of hospital, comma, making budgets, comma, financial plans, etc. Financial plans, etc. is dash. And the last one, last question. Dash is the department which is responsible for integrating. Dash is the department which is responsible for integrating various functions and services in a hospital. Functions and services in a hospital. Okay. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ അടുത്ത ദിവസത്തേക്ക് എഴുതിയിട്ടൊക്കെ വരിക കേട്ടോ. കിട്ടിയല്ലോ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? നമ്മളിനി അടുത്ത പുതിയ ചാപ്റ്ററിലേക്കാണ് പോണേ. എത്ര ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്? 30. ഓക്കെ 30 ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ട്. അതില് ഫസ്റ്റ് തുടങ്ങിയല്ലേ നിങ്ങൾ എണ്ണിയത്? ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നത് തുടങ്ങിയല്ലേ? 30 പറഞ്ഞേ. അപ്പൊ അതിന്റെ ബാക്കി എന്താ പറയാ, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നിപ്പോ വായിച്ചത് 6 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 24 എണ്ണം ഇന്നേക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. പുതിയ ചാപ്റ്ററിന്റെ പേര് ഇതാണ്. ഏതാണ് ചാപ്റ്റർ? അതായത് നമ്മളുടെ നെക്സ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ എടുത്ത് തീർക്കുക. ആദ്യത്തെ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് ആ 2 മൊഡ്യൂളുകളിൽ ഉള്ളതാണ്. അതായത് നിങ്ങൾക്ക് തന്നിരുന്ന പേപ്പേഴ്സിലെ ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും. അപ്പൊ സെക്കൻഡ് പേപ്പറിൽ വരുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് ഫാർമസി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് ചെയ്ത ഒരു സിലബസ് നിങ്ങൾക്ക് തന്നിരുന്നു ഇല്ലേ? തന്നില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ആ ഒരു മൊഡ്യൂൾ പേപ്പേഴ്സ് അനുസരിച്ചിട്ട് പേപ്പർ വൈസ് ആയിട്ട് നമ്മളത് അവിടെ പുതിയ ഒരു മെത്തേഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് രണ്ടാമത്തെ ഭാഗത്ത് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ പേപ്പറിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫാർമസി. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ആ ഫസ്റ്റ് പേപ്പറിനടുത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തോ? ഞാനൊന്ന് ജസ്റ്റ് ചോദിക്കട്ടെ, ആൻസർ പറഞ്ഞ വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അവർക്ക് കവർ ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് പേപ്പറിനകത്ത് വന്നിരിക്കുന്ന ഐ തിങ്ക് ഏകദേശം ഒരു 10-13 ചാപ്റ്റർ ആണോ ഉള്ളതെന്ന് തോന്നുന്നത് അല്ലെ? ഒന്നാമത്തെ മൊഡ്യൂളില് അത് എല്ലാവരെയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ എന്ന് പറയാമോ? ആരെങ്കിലും റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ ഏത്? ഫസ്റ്റ് ഒന്നാമത്തെ പേപ്പറിലെ കാര്യം ഞാൻ ചോദിക്കുന്നു. ഒന്നാമത്തെ പേപ്പറിലെ അതില് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അങ്ങനെയല്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ അല്ലേ വരിക? അത് എടുക്കാതിരിക്കുമോ? എടുക്കാൻ പറ്റുന്നുണ്ടോ? മാം അത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും എടുക്കാനുണ്ടെന്നാ? ഏതിലെ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് പുതിയൊരു സിലബസ് തന്നിരുന്നു. ഫസ്റ്റ് 4 മോഡ്യൂളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതില് ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് അല്ലെ? അതിൽ ഇനിയിപ്പോ നമുക്ക് 3 ചാപ്റ്റേഴ്സ് മാത്രം എടുക്കാനുള്ളത്.
ആ 13 ഏതെങ്കിലും എടുക്കാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഹോസ്പിറ്റൽ വാർഡും ഇന്റൻസീവ് കെയർ യൂണിറ്റ് വെന്റിലേറ്റർ ഇങ്ങനെ 3 ചാപ്റ്റർ എടുക്കാനുണ്ട്. ഓക്കെ ഞാനതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ആ ഭാഗത്തുനിന്ന് എടുക്കുന്ന ആൾക്കാരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം എനിക്ക്. അപ്പൊ അത് തീരാറായോ എന്നൊക്കെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ ഇനി ഈ സെക്കൻഡ് മൊഡ്യൂളുകളിൽ നിന്ന് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും? ഞാനിപ്പോ തുടങ്ങാൻ പോകുന്നുണ്ട്. അതല്ലാതെ വേറെ ആരെങ്കിലും അതിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടോ? മാത്രമല്ലോ സെക്കൻഡ് മോഡ്യൂളിൽ കുറെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കണേ. അതായത് നമ്മളുടെ ഒരു കോഴ്സിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടേ. ആഫ്റ്റർ 3 months നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് സെക്കൻഡും പേപ്പേഴ്സ് തീർന്നിട്ട് അതിനൊരു സമയം നമുക്കുണ്ട്. ആ സമയം പരിധിക്കുള്ളിൽ അത് തീർക്കണേ. അപ്പൊ ഏതെങ്കിലും സെക്കൻഡ് മോഡ്യൂളില് 7 ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളൂ. 17th സെക്കൻഡ് മോഡ്യൂളില് 7 ചാപ്റ്റേഴ്സ് ഇനി എടുക്കാനുള്ളൂ. 7 ഓക്കെ ശരി. ഈ ഫാർമസി കൂട്ടിയിട്ടാണോ പറഞ്ഞേ? ഫാർമസി കൂടി കൂട്ടിയിട്ടാണോ പറഞ്ഞേ? 7 ചാപ്റ്റർ എടുക്കാനില്ല. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, പിന്നുള്ളത് ആംബുലൻസ് സർവീസ്, അങ്ങനെ മെഡിക്കൽ ടെർമിറ്റോളജി, അതിന് 3 or 4 ചാപ്റ്റേഴ്സ് മാത്രം എടുക്കാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളും. അതെ ആദ്യമുള്ളത് വരുന്നല്ലേ ഈ ചാപ്റ്റർ 1 ഫാർമസി ഉള്ളതേ ആദ്യം വന്നിട്ടുള്ള മൊഡ്യൂളിൽ ഇല്ല തന്നെയല്ലേ? അതാണ് ഞാൻ ചോദിക്കണേ. ഫാർമസി അപ്പൊ വാഹിദ മിക്സ് ഫുൾ എടുത്തിരുന്നോ? ഇല്ല മാം, വാഹിദ മാം പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റൽ ഫോർമുലറി പറഞ്ഞൊരു ഫാർമസി അവിടെ നിർത്തിയിട്ടു. വാഹിദ ഒന്ന് ഒരാള് കറക്റ്റ് ആയിട്ട് പറയാമോ? വാഹിദ മിസ് ഈ ചാപ്റ്റർ അതിന് തുടക്കം വന്നപ്പോ നിങ്ങൾക്ക് വാഹിദ മിസ് ആണ് ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് ഈ ഒരു ചാപ്റ്റർ എടുത്തു തുടങ്ങിയത്. അപ്പൊ ഫാർമസിയില് ഏതെങ്കിലും ഭാഗം എടുത്തോ? കുറച്ചെങ്കിലും എടുത്തോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് തുടങ്ങി വെച്ചിട്ടുള്ളായിരുന്നു. ഒന്ന് പറയാമോ? ഞാൻ കാണിക്കാം. നിങ്ങളെ സിലബസ് ഇത് കാണിക്കാം. ആ ഒരു നോട്ടിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എത്ര വരെ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം ചെയ്യുന്നത്. ഇവിടം വരെ എടുത്തോ? ഫങ്ഷൻസ് ഒക്കെ എടുത്തായിരുന്നോ? ഫങ്ഷൻസ് കംപ്ലീറ്റ് ആണ് മിസ്. അതെ. ഹോസ്പിറ്റൽ ഫോർമുലറിയോ? ഫോർമുലറി എടുത്തതാണ്. അടുത്തതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് എടുക്കാനുള്ളത്. ഇൻഡെന്റിങ് ഓഫ് ഡ്രഗ്സ് അതാണോ? അതെ മിസ്, ഇൻഡെന്റിങ് ഓഫ് ഡ്രഗ്സ് തൊട്ട് എടുക്കണം. ഹോസ്പിറ്റൽ ഫോർമുലറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തുടങ്ങി എടുക്കാനുള്ളൂ അല്ലേ? ഓക്കെ, ഇത്രയും ഇവിടെ തുടങ്ങി എടുക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. നമുക്ക് അവിടെ തുടങ്ങി എടുത്താൽ മതി. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ വരെ ഏകദേശം മിസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ചോദിച്ചത് അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ തുടങ്ങി ഞാൻ എടുക്കാൻ പ്രിപ്പയർ ചെയ്താണല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ തുടങ്ങി എടുക്കാനുണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തത്, വാഹിദ മിസ് എടുത്തോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോ ഒന്ന് കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ അത്രയും സമയം പോകും. ആ സമയം കൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഇനി മറ്റു ടീച്ചേഴ്സിന്റെ തീർന്നില്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ചിട്ട് അത് എടുക്കാലോ. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്നവർക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. അവർ ഓരോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് നോട്ടുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നോട്ടുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ മൊഡ്യൂളുകളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതൊരു കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫാർമസി എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? യു നോ വാട്ട് ഈസ് ഫാർമസി? ഫാർമസി എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടേഴ്സ് നമുക്ക് കുറെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആ പ്രിസ്ക്രിപ്ഷൻ മാത്രം മേടിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ തലയായിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന മരുന്നുകൾ നമുക്ക് വി ഹാവ് ടു കളക്ട് ഇറ്റ് ഫ്രം ദ ഫാർമസി. ഫാർമസിയിൽ നിന്ന് അത് കളക്ട് ചെയ്ത് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയാലും നമ്മുടെ രോഗം മാറുമോ? ഇല്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മളോട് മരുന്ന് കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് വാരി കഴിക്കാൻ പറ്റുമോ?
അതും പറ്റില്ല. ആ നേരമുണ്ട് അതിന്, അല്ലെ ബിഫോർ ആഫ്റ്റർ മീൽസ് ഒക്കെ കഴിക്കുന്നതിനും ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണോ കഴിഞ്ഞിട്ടാണോ അത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അത് കൃത്യമായിട്ടൊക്കെ ഫോളോ ചെയ്ത്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡയറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അതും ഫോളോ ചെയ്ത്, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എക്സസൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അസുഖത്തെ നമുക്ക് കുറയ്ക്കാനായിട്ട്, അല്ലെ, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫാർമസി എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട സർവീസ് എന്താണ് ഈ ഫാർമസിയിൽ ചെയ്യുന്നത്? ദേ ഹാവ് ടു പ്രൊക്യൂർ ദ മെഡിസിൻസ്. അതായത് മെഡിസിൻസ് എവിടെ നിന്നൊക്കെയാണോ അവിടുന്ന് പർച്ചേസ് ചെയ്യണം, പ്രൊക്യൂർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ദേ ഹാവ് ടു കമ്പൗണ്ട്, ചില മെഡിസിൻസ് ഒക്കെ മറ്റൊന്നുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് പുതിയ മെഡിസിൻസ് രൂപീകരിക്കണം. ദേ ഹാവ് ടു ഡിസ്പെൻസ് ദ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഡിസ്പെൻസ് ചെയ്യണം. ഹോസ്പിറ്റലിന് തന്നെയും പുറത്തുള്ള ഔട്ട് പേഷ്യൻസിനും അത് ഡിസ്പെൻസ് ചെയ്യാനുണ്ട്. ദേ ഹാവ് ടു ഓൾസോ സംടൈംസ് മാനുഫാക്ചർ ദ മെഡിസിൻസ്. പുതിയ മെഡിസിൻസ് ഉത്പാദിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകളൊക്കെ നടത്തി പല പല പുതിയ, നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റൽസിൽ വരുന്ന ഭൂരിഭാഗം എന്താ പറയാ ആളുകളും ഓരോ പുതിയ പുതിയ രോഗമായിട്ടൊക്കെ വരിക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പണ്ട് നേരത്തെ ഉള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്നത് അത് ചുരുക്കാം. ഒക്കെ പുതിയ പുതിയ ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടുണ്ടോ നേരത്തെ എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിന് ദേ ഹാവ് ടു മേക്ക് സ്റ്റഡീസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. ഓരോ രോഗത്തിനും അനുസരിച്ച് പഠനങ്ങൾ അവർ സ്വന്തമായിട്ട് നടത്തേണ്ടി വരും. അങ്ങനെ പഠനങ്ങൾ നടത്തി അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ദേ ഹാവ് ടു പ്രിപ്പയർ, മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അതിനുള്ള റിസർച്ചുകളൊക്കെ നടത്തി പഠനങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും മരുന്നുകളൊക്കെ ചിലപ്പോ ഓരോ ഹോസ്പിറ്റൽസും അവർ തന്നെ സ്വന്തമായിട്ട് ചിലപ്പോ മാനുഫാക്ചർ ചെയ്യും. ടെസ്റ്റ്. അപ്പൊ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത മരുന്നുകളുടെ പ്രത്യേകത എന്താ? അത് ടെസ്റ്റ് ചെയ്യണം, അല്ലെ? ഏതെങ്കിലും പേഷ്യന്റ് വരട്ടെ, നല്ല തക്കതായ ഒരു പേഷ്യന്റ് വന്നിട്ട് ആളിന് ടെസ്റ്റ് ചെയ്തിട്ട് വിജയിക്കോ ഇല്ലേ നോക്കിയിട്ടാണോ? അല്ല, അതിന് വേറെ രീതിയിലൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ടെസ്റ്റ് ചെയ്ത് അതിന് ഫൈനൽ ഡിസിഷൻ ഒക്കെ എടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അവരുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അത് സ്റ്റോർ ചെയ്യുന്നത്. അതായത് എന്താ പറയാ, ഓരോ പേഷ്യൻസ് വരുമ്പോ അതനുസരിച്ച് അതിനെ പാക്ക് ചെയ്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മെഡിസിൻസ് മാത്രമല്ല, മെഡിസിൻസ് പോലെ തന്നെ ഉപയോഗിക്കേണ്ട ചില ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് നെബുലൈസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ വാങ്ങി വെക്കുന്നത് മുതൽ സ്റ്റോർ ചെയ്ത് അത് ഡിസ്പെൻസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ വാതിക്കെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മരുന്ന് കിട്ടി നമ്മൾ വരുന്നു, ഇവർക്ക് ഇവിടെ എന്താ പണി, ഈ മരുന്നെടുത്ത് കൊടുക്കൽ മാത്രമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഫാർമസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദേ ഹാവ് മെനി തിങ്സ് ടു ഡു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് പഠിക്കാനുണ്ട്, ചെയ്ത് പഠിക്കാനും ചെയ്ത് മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. ഓരോ പ്രാവശ്യവും അവരെ മരുന്നുകളുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവര് തന്നെ സ്വന്തമായിട്ട് പഠിക്കണമുണ്ട് കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻസ് ഒക്കെ പുതിയതൊക്കെ എന്താ പറയാ പുറത്തിറങ്ങും. പഴയതിനെയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഇല്ലാണ്ടാക്കി പുതിയ പുതിയ മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഡോക്ടേഴ്സ് മറ്റുള്ളവർക്ക്, അതായത് ഫാർമസിയിലുള്ളവർക്ക് കൈമാറുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ഓരോ രോഗങ്ങൾ പുതിയത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളും ഒക്കെ എടുക്കാനും പഠനങ്ങൾക്കും എല്ലാം ഉള്ള ഒരു സെന്റർ തന്നെയാണ് നമ്മുടെ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് മെനി. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഫാർമസീസ് എല്ലാം തന്നെ ഇറ്റ്സ് കൺട്രോൾഡ് ആൻഡ് ഗവേൺഡ് ബൈ എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പഠിപ്പും ഒക്കെ ഉള്ള, അതായത് ക്വാളിഫിക്കേഷൻ വേണം, എഫിഷ്യൻസി വേണം. അവരൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ഫാർമസിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ എന്താ പറയാ ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തണം, അത് സ്റ്റോർ ചെയ്യണം, മെഡിസിൻസ് ഒക്കെ ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യണം, ഏതൊക്കെ മെഡിസിൻസ് ഏതൊക്കെ സമയത്ത് അവൈലബിൾ ആകണം എന്നുള്ളത് ഇവർ തീരുമാനിക്കണം. അതായത് ഒരു തരത്തിലും മെഡിസിൻസിന്റെ എന്താ പറയാ അവൈലബിലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അഡക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻസ് ഒക്കെ എൻഷുർ ചെയ്യേണ്ടതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന മരുന്ന് അയ്യോ അതോടെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽസിൽ, ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരാൻ സാധ്യതയുള്ള, ഡിമാൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മെഡിസിൻസ് എല്ലാം തന്നെ അവിടെ എന്ത് ചെയ്യണം, എക്യുപ്ഡ് ആക്കണം എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ദേ ഹാവ് മെനി തിങ്സ് ടു ഡു. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിക്ക് അങ്ങനെ വരുമ്പോൾ ഒരുപാട് അവരുടെ ഫംഗ്ഷൻസ് അവരുടേതായതുണ്ട്.
അടുത്ത ഫംഗ്ഷൻ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ പറഞ്ഞതുപോലെ they have to make provisions for obtaining the മെഡിസിൻസും അതുപോലെ തന്നെ ഡ്രഗ്സും ഒക്കെ കൊണ്ടുവന്ന് വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് അവർ ചെയ്യണം. they have to receive, inspect and quality test, storage and distribution of medicines. മെഡിസിൻസ് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക, അത് എന്നിട്ട് ഒത്തുനോക്കുക, നമ്മൾ ഓർഡർ ചെയ്ത മെഡിസിൻസ് ഒക്കെ തന്നെയാണോ വന്നേക്കണേ, അതിലേതെങ്കിലും മാറ്റങ്ങളുണ്ടോ അത് നോക്കുക, അത് റിസീവ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് അതിനൊക്കെ സ്റ്റോർ ചെയ്ത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സ്റ്റോർ ചെയ്ത് ആവശ്യം വേണ്ട സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ while selecting the suppliers for medicines, they have to select trustworthy suppliers. അതായത് നമ്മൾ ആരിൽ നിന്നൊക്കെയാണോ മരുന്നുകൾ വാങ്ങിക്കുന്നത്, ആ മരുന്നുകൾ വാങ്ങിക്കുന്ന സപ്ലയേഴ്സ് അവര് നമുക്ക് സപ്ലൈ ചെയ്യുന്നവരെ അവരെ തെരഞ്ഞെടുക്കുമ്പോൾ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള നമുക്ക് വിശ്വസയോഗ്യമായിട്ടുള്ള ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മെഡിസിൻസ് വാങ്ങിക്കേണ്ടത്. എല്ലാ ബിസിനസ്സുകാരും ബിസിനസ് മൈൻഡിലായിരിക്കും അവരവരുടെ ബിസിനസ് ചെയ്യാം. എന്റെ കയ്യിലിരിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന് വിറ്റ് പോകണം എന്ന മൈൻഡോടുകൂടിയായിരിക്കും എല്ലാവരും വരിക. പക്ഷെ ആരെ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം? നമുക്ക് ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാലോ, നമ്മൾ ഇപ്പൊ ഡോക്ടറെ കാണാനായിട്ട് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളുടെ ടേൺ വരുന്നത് അനുസരിച്ച് നമ്മുടെ പേര് വിളിക്കുന്നത് നോക്കിയിരിക്കും. അപ്പോഴായിരിക്കും ഇവിടെ പതുക്കെ ബാഗൊക്കെ നോക്കി ജെന്റിൽമാൻ ബുക്കിലൊക്കെ കൈ കെട്ടി ഭയങ്കര എന്താ പറയാ ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് 2-3 കുറെ പിള്ളേരൊക്കെ അങ്ങനെ വരുന്നത് കാണാം അല്ലെ. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെഡിക്കൽ റെപ്സ് എന്ന് വിളിക്കുക. അവരാണ് വന്നിട്ട് പുതിയ മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചില പുതിയ മെഡിസിൻസ് ഒക്കെ എന്താ പറയാ വരുമ്പോ അവര് ഈ ഡോക്ടേഴ്സിനെ വന്ന് പരിചയപ്പെടുത്തും, ഇന്ന രോഗങ്ങൾക്ക് ഇന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ ഏതെങ്കിലും കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വരുന്നവരാണ്. അവരുടെ മെഡിസിൻസ് പുതിയ മെഡിസിൻസ് ഓരോ രോഗത്തിന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മെഡിസിൻസ് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു സമ്മൺ, ആരെയെങ്കിലും പരിചയപ്പെടണം. അതിന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പുതിയ മെഡിസിൻസ് അവര് ഈ കമ്പനികളുടെ പേരിൽ വന്ന് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ കുറച്ച് സാമ്പിൾസ് ഒക്കെ കൊടുക്കും. നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറുടെ മേശപ്പുറത്ത് സാമ്പിൾസ് നോട്ട് ഫോർ സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിൽ എഴുതി വെച്ചിരിക്കുന്ന ചെറിയ പെട്ടികൾ കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഞങ്ങളുടെ ഡോക്ടർമാരൊക്കെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ മേശപ്പുറത്ത് ഒരു ചെറിയ പാക്കിംഗ് ആയിരിക്കും. അതിന് നോട്ട് ഫോർ സെയിൽ റെഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വിൽക്കാനുള്ളതല്ല, സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ് ഡോക്ടേഴ്സിന്. അത് അപ്പൊ അവർക്ക് അത്ര പരിചയമുള്ള ആളുകൾക്ക് അതൊന്ന് കഴിച്ചു നോക്കാനായിട്ടൊക്കെ കൊടുക്കും. കാരണം അത്തരം മരുന്നുകൾ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ രോഗം അല്ലെങ്കിൽ ആ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിന് എങ്ങനെയാണത് ക്യൂർ ചെയ്യപ്പെടുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരാണ് വന്നിട്ട് പുതിയ മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. അവരെല്ലാവരെയും നിങ്ങൾ കുറച്ച് കൊണ്ടുവരേട്ടാ മരുന്ന്, അടുത്ത ആൾക്കാർ നിങ്ങളും കുറച്ച് മരുന്ന് കൊണ്ടുവരേട്ടാ, ഒരു 100 യൂണിറ്റ് കൊണ്ടുവരാ അല്ലെങ്കിൽ ഒരു 1000 യൂണിറ്റ് കൊണ്ടുവരാ ഓരോരുത്തരോടും പറയുന്നു. ഇല്ല, അപ്പൊ അവരിൽ നിന്നും മെനി സപ്ലയേഴ്സ് വിൽ ബി ദർ. അവര് ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് പുതിയ മെഡിസിൻസ് ഒക്കെ പല രീതിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള സപ്ലയേഴ്സിനെ തെരഞ്ഞെടുക്കുക. പിന്നെ എന്താ പറയാ, നീഡഡ് മെഡിസിൻസ് പുതിയതായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇന്ന പുതിയ മെഡിസിൻസ് വേണമെങ്കിൽ അതിനെ കുറിച്ച് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അത് ഫാർമസിനെ അറിയിക്കുക ഇന്ന മെഡിസിൻസ് ഒക്കെ വേണം എന്നുള്ളത്. പിന്നെ നമ്മുടെ മെഡിസിൻസിന്റെ ക്വാളിറ്റി, അതിന്റെ വില, കോസ്റ്റ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണത് നമുക്ക് സപ്ലൈ ചെയ്ത്, ആ ഡ്രഗ്സിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡ്രഗ്സിന് റിയാക്ഷൻസ് ഉണ്ടോ, ഓൾ ദീസ് informations have to be kept confidentially. അതായത് വളരെ വിശ്വാസപൂർവ്വം ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. എത്ര രൂപയാണ് മരുന്നുകൾക്ക്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടോ, എവിടെ നിന്നാണ് സപ്ലൈ ചെയ്തത്, ഇതൊക്കെ അറിയാം. അല്ലാതെ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ റാക്സിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഫാർമസി ആവില്ല. ഓക്കെ, ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾ, ഫാർമസിസ്റ്റുകൾ ആരൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ഏതൊക്കെ ലെവലിലുള്ള ഫാർമസിയിൽ ഏതൊക്കെ ലെവലിലാണ് അവിടെയുള്ള ജോലിക്കാര്, ആ ഫാർമസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഓരോ എന്താ പറയാ ലെവലിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇവര് ഇത് ചെയ്യുമ്പോ ഓരോ മരുന്നുകളും അത് എത്രത്തോളം ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകളാണെന്നും അതിനെന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോന്നും അതിനെക്കുറിച്ച് അതിന്റെ സകലമായ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് വിതിൻ ദ ഹോസ്പിറ്റലിൽ തന്നെ പുതിയതായിട്ട് ഉത്പാദിപ്പിച്ച മരുന്നുകളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഫാർമസിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ക്വാളിറ്റി തീരെ താഴ്ന്നു പോകാൻ പാടില്ല. വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ആ ക്വാളിറ്റി അതനുസരിച്ച് എന്ത് ചെയ്യും, താഴെ പോകും. അത് പാടില്ല. ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ, ക്വാളിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഡ്രഗ്സും അവർ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ they have to dispense the medicines in the
വാർഡ്സ്. വാർഡുകളിൽ നമുക്കറിയാലോ, വാർഡ് ഹോസ്പിറ്റലിൽ എന്താ പറയാ മെറ്റേണിറ്റി വാർഡ് ഉണ്ട്, പേ വാർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള വാർഡുകളിലേക്ക് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നതും നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് തന്നെയാണ്. ഔട്ട് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്നാണ്. പിന്നെ എന്താ പറയാ, ഇറ്റ്സ് എ സെന്റർ ഫോർ യൂട്ടിലൈസേഷൻ, അതായത് ഡ്രഗ് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ have to bring into practice the recommendations which is taken by the pharmacy and the therapeutic committee. അതായത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. മരുന്നുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങൾ, അതിനൊക്കെ പ്രാഗൽഭ്യത്തിൽ എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരാം, തന്നെ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവർ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാണ്. അത് നിലവിൽ കൊണ്ടുവരിക, നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. സംടൈംസ് ദേ ഹാവ് ടു മേക്ക് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റിനെ കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? എന്തായിരിക്കും പേഷ്യന്റിനെ കൗൺസിലിംഗ് ചെയ്യുന്നത്? എല്ലാ പേഷ്യൻസിനെ കൗൺസിലിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചില പേഷ്യൻസ് മേ ഹാവ് സം ഡൗട്ട്സ് അബൌട്ട് ദ മെഡിസിൻസ്. അവർക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് ചില സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി മരുന്നുകളൊക്കെ ഇന്ന സമയത്തിന് കഴിക്കണം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരൊക്കെ ആയിട്ടുള്ള പേഷ്യൻസും ഉണ്ടല്ലോ. അപ്പൊ ആ മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ഇവിടെ പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ഓൾ ഫാർമസി ഹാവ് ടു കീപ് എ റിലേഷൻ ബിറ്റ്വീൻ ദ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ദ പേഷ്യന്റ്. നമുക്കറിയാം മെഡിക്കൽ സ്റ്റാഫ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഴ്സുമാര് മറ്റും അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ടൊക്കെ ഒരു പ്രത്യേക ഒരു ബന്ധം, ഒരു റിലേഷൻ ദേ ഹാവ് ടു കീപ്. അവർക്ക് എന്താ പറയാ ഉണ്ടാക്കണം എന്നുള്ളത് ഫാർമസിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിന് തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആ മെഡിസിൻസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അത് പേഷ്യന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു ട്രയാങ്കുലർ ഒരു എന്താ പറയുക ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. പേഷ്യൻസിനെ ഡോക്ടേഴ്സും എന്താ പറയാ കൊടുക്കുന്ന മരുന്നുകൾ നേരിട്ട് ഡോക്ടേഴ്സ് അല്ലല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫാർമസി ത്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രയാങ്കുലർ ഒരു റിലേഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ എന്താ പറയാ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്കറിയാം. പിന്നെ there are many objectives ഹോസ്പിറ്റൽ ഫാർമസിക്ക് പ്രധാനമായിട്ടും ഉള്ള. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ടീച്ചർ നന്നായിട്ട് എടുത്തിട്ടുണ്ടാകും. ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി, ഓടി വന്നിട്ട് എടുത്തു നിർത്തിയിരിക്കുന്നതെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. കുറെ ഗ്യാപ്പ് വന്നിട്ടല്ലേ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വന്നേക്കണേ. അപ്പൊ നിങ്ങളെ അതൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രമാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോഴൊക്കെ ഇപ്പൊ ഓർമ്മ വന്നോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് വെറുതെ ഓടിച്ചു പോകുന്നുള്ളൂ. ഇത് ഞങ്ങൾ പഠിച്ചതാണല്ലോ, ഫീസ് എന്തിനാ പിന്നെ എടുക്കണേന്ന് ചിലരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. അത് കുഴപ്പമൊന്നുമില്ല. നമ്മള് പഠിക്കുക എന്നുള്ള ഒരു കാര്യം എന്താ പറയാ ഒരിക്കലും അധികമാവില്ല. പലതും അധികമാകും. നമ്മള് ഇപ്പൊ കുറെ ഫുഡ് കഴിച്ചു, കുറെ കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരും അല്ലെ, വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഏറ്റവും എന്തോരം നമ്മൾ എടുത്താൽ അകത്തേക്ക് നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം അത് പുറത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകില്ല. ഓക്കെ, അത് എത്രത്തോളം നമ്മൾ നേടിയാലും അതിങ്ങനെ കൂടിയേ വന്നുകൊണ്ടിരിക്കും. പക്ഷെ മറ്റു പല കാര്യങ്ങൾ നമ്മൾ എത്ര അകത്തേക്ക് എടുത്താലും അത് പുറത്തേക്ക് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് മാത്രം. അപ്പൊ എന്തൊക്കെയാണ് ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്? ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് they have to make available all the medicines at the right medications, right time and at the right dose at the minimum possible cost. അതായത് ഏറ്റവും ചുരുങ്ങിയ വിലയില്, അതായത് ക്വാളിറ്റി ഒന്നും തന്നെ താഴെ പോകാതെ മിനിമം ഏറ്റവും ചുരുങ്ങിയ ചെലവില് അല്ലെങ്കിൽ വിലയില് കൃത്യമായ മരുന്നുകൾ കൃത്യമായ ഡോസില് കൃത്യമായ സമയത്ത് എത്തിക്കുക, അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാണ്ട് ഇന്നിപ്പോ മരുന്ന് ആവശ്യമുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നത് കാര്യമുണ്ടോ? ഇപ്പോ കറക്റ്റ് ആ ഒരു ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സമയത്ത് എപ്പോഴാണോ ആ മരുന്നിന് ആവശ്യമുള്ളത് ആ സമയത്ത് അത് കൃത്യമായിട്ട് അവൈലബിൾ ആകണം. അതിനാണ് റൈറ്റ് മെഡിക്കേഷൻ റൈറ്റ് ടൈം റൈറ്റ് ഡോസില് അത് കൃത്യമായിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ദേ ഹാവ് ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യന്റ് കൗൺസിലിംഗ് അത് ഇതിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഏതെങ്കിലും രോഗികൾക്ക്
അല്ലെങ്കിൽ പേഷ്യൻസിനോ പേഷ്യന്റിന്റെ എന്താ പറയാ ഫാമിലി മെമ്പേഴ്സിനോ ഹാവ് എനി ഡൗട്ട്, ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ മരുന്നുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ടും പറയാം. അതായത് ആ മെഡിസിന്റെ പോസിബിൾ ഇഫക്ട്, ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് ഇന്നൊരു ഇഫക്റ്റ് ഉണ്ടാകും, അതിന്റെ ടോക്സിറ്റി, അതിന് ഏതെങ്കിലും റിയാക്ഷൻസ്, ഹോസ്റ്റൈൽ ഇഫക്റ്റുകൾ, അങ്ങനെ പലതൊക്കെ ഉണ്ടാകും, ഡ്രഗ് റിയാക്ഷൻസ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുക. ഇന്നത് വരാൻ സാധ്യത, മരുന്ന് കഴിക്കുമ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തോന്നും എന്നൊക്കെ ചില മെഡിസിൻസ് കഴിത്തരുമ്പോൾ നമ്മളോട് ഡോക്ടർ ഈ പറയുന്ന ഫാർമസി എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ? നമ്മളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടാവും പലതും. ഇന്ന് ആ മെഡിസിൻ കഴിക്കുമ്പോഴേ ഒരു ഇത് ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഡ്രഗ് യൂട്ടിലൈസേഷൻ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ, നമ്മൾ എങ്ങനെയാണ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്, അത് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇതൊക്കെ ഇവർ കളക്ട് ചെയ്ത് വെക്കണം. കാരണം എന്നാലാണ് അത് എങ്ങനെ കഴിക്കണമെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ ഉപയോഗിക്കേണ്ടത് ഇവർ മനസ്സിലാക്കിയിട്ട് വേണം ഇവർ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം. ദേ ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അതായത് ഹോസ്പിറ്റൽ ഫാർമസിയിലെ പല റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഏരിയ ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ റിസർച്ചുകളൊക്കെ നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവരും അതിനകത്ത് ഒരു ഭാഗമാകണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് തരുമ്പോ അതനുസരിക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് റിസർച്ച് പ്രോജക്റ്റുകൾ നടത്തുന്നവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ അതിനകത്തെ ഒരു ഭാഗമാകുക, റിസർച്ചിനകത്തേക്ക് ഒരു ഭാഗമാകാനും ഫാർമസിക്ക് റെസ്പോൺസിബിലിറ്റിയുടെ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ഉണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഫാർമസിയും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് നടപ്പിലാക്കുക, അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ള കാര്യങ്ങളും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. They have to cooperate and coordinate all the other departments of the hospital. നമുക്കറിയാം ഫാർമസി എപ്പോഴും ആ ഫാർമസിയുടെ അതിനകത്ത് ഒതുങ്ങിക്കൂടേണ്ടതല്ല. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ഓർത്തോപെഡിക്സ്, ഒഫ്താൽമോളജി, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകും. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊരു ബന്ധം അല്ലെ, അവരെയൊക്കെ ഒരുമിച്ച് അവരുടെ കൂടെ നിന്ന് പോകണം. കാരണം ഏത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ട മരുന്നുകൾ കൊടുക്കുന്നത് ഫാർമസിന്നാണ്. ഓക്കെ, ഈ ഫാർമസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മരുന്നുകളൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം ആരുമായിട്ട് വേണം, നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് തീർച്ചയായിട്ടും വേണ്ടതാണ്. ആൻഡ് ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് ഒരു പോളിസി ഉണ്ട്. ഹോസ്പിറ്റൽ ഫാർമസി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിനൊരു പ്രത്യേക രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഒബ്ജക്റ്റീവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫാർമസിയിൽ നടക്കേണ്ടത്, അതെങ്ങനെയൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. മാത്രമല്ല ഇത് അറേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണം, നടപ്പിലാക്കണം, ഫുൾഫിൽ ചെയ്യണം. അതുകൂടി അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. ഇതൊക്കെ നമുക്ക് നിങ്ങൾ കേട്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഹോസ്പിറ്റൽ ഫാർമസി ഷുഡ് ബി ലൊക്കേറ്റഡ് ഐദർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓർ ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ. അതാണ് അല്ലെ ആദ്യം. അതായത് ഹോസ്പിറ്റലിൽ നടത്തുന്നു, ഹോസ്പിറ്റലിന്റെ ഫാർമസി ഏറ്റവും മുമ്പത്ത്, ഏറ്റവും പൊക്കത്തില് നിലയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനും ഒക്കെ ചില ആളുകൾക്ക് കയറാനൊക്കെ പേടിയൊക്കെ ഉള്ളവരുണ്ട്. അതിനകത്താണെങ്കിലും കയറി പോകാനൊക്കെ പേടിയുള്ളവർ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലെ. കോമൺ ആയിട്ടുള്ള ചില ആളുകൾ, കുറച്ച് എന്താ പറയാ പ്രായം ചെന്നവർക്കൊക്കെ അതിനകത്തൊക്കെ കയറാനായിട്ടൊക്കെ ടെൻഷൻ ആകും, പേടിയാകും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഫാർമസി ഏറ്റവും മുകളിൽ ഒരു 10 നില അല്ലെങ്കിൽ 5 നില 6 നിലയുടെ മുകളിൽ പോയി അതൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും താഴത്തെ കൂടി നമ്മൾ കയറുന്നതും എന്തായാലും താഴത്തെത്തിയിട്ടേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഐദർ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ, പറ്റിയില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ, പറ്റിയില്ല എങ്കിൽ മാത്രം, അത്രയും സ്പേസ് ഇല്ല എങ്കിൽ മാത്രം ഫസ്റ്റ് ഫ്ലോറിൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരിക്കണം ഒരു ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് എളുപ്പമായിരിക്കും. എന്തായാലും നമ്മൾ മുകളിൽ നിന്ന് വിമാനത്തിൽ കയറി പോകില്ലല്ലോ അല്ലെ, അതുവഴി അങ്ങോട്ട് കടന്നു പോവോ?
തീർച്ചയായിട്ടും ഇല്ല. മുകളിൽ പോകണമെങ്കിൽ എന്താവശ്യത്തിന് മുകളിൽ പോയാലും ആഫ്റ്റർ ഓൾ നമുക്ക് താഴെ വരാതെ നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാർമസി ഗ്രൗണ്ട് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇനി ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇറ്റ് ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം ഫാർമസി. കണ്ടാൽ തന്നെ വളരെ ഭംഗിയുള്ള ഒരു ഹോസ്പിറ്റൽ ഫാർമസി. ചില ഫാർമസിക്ക് ഉപയോഗിക്കുക ഇപ്പൊ ഒന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പഴയ കുറച്ച് കാലഘട്ടമൊക്കെ ഒരു 10-15 കൊല്ലമൊക്കെ മുമ്പ് വരെയൊക്കെ നമ്മൾ ഫാർമസിയുടെ മുമ്പിൽ തിരക്കുള്ളൂ. ഞാൻ ആദ്യം വന്ന ഇപ്പൊ ഡിജിറ്റൽ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഫാർമസിയിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്യാൻ ഒരു ടോക്കൺ ഉണ്ടായിരിക്കും അല്ലെ, നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ അവിടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ടേൺ വരുമ്പോൾ നമുക്ക് അവിടെ അടുത്തേക്ക് ചെന്നാൽ മതി. അതർവൈസ് അവിടെ വെയിറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള സ്പേസ് കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായി. അതുകൊണ്ടാണ് പറയണ്ടേ ഇപ്പോഴത്തെ ഫാർമസിക്കൊക്കെ ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ആണെന്ന്. ഓക്കെ, അല്ലാതെ ഇടിച്ചു കൂട്ടി ഞാനാണ് ആദ്യം വന്ന് മുമ്പിൽ കയറി ഇടയിൽ കയറി അല്ലെ, ഇടയ്ക്കേറലൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ആവശ്യമില്ല. കാരണം ഇന്ന് കുറെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ പല മേഖലകളിൽ വന്നതുകൊണ്ട് തന്നെ ആളുകളുടെ വിദ്യാഭ്യാസം രീതികളും അല്ലെങ്കിൽ ആളുകൾ ജീവിക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മാറി. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇടിച്ചു തള്ളിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു OP ഹോസ്പിറ്റൽ ഫാർമസിയുടെ OP വിഭാഗമൊക്കെ അവിടെ ഫാർമസിയുടെ മുമ്പിൽ ഒത്തിരി ആളുകൾ വന്ന് അവരുടെ മെഡിസിൻസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. സോ അവിടെ വെയിറ്റിംഗ് റൂം അവർക്ക് ഉണ്ടായിരിക്കാം. ഇറ്റ് ഷുഡ് ബി എ പ്രൊഫഷണൽ ലുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വെയിറ്റിംഗ് റൂം ആയിരിക്കും അവർക്ക് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അത് അങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ അവർക്ക്, അതായത് ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ആ സമയം വെറുതെ പാഴാക്കണ്ട, അവർക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിലുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ടിവിയിലാണെങ്കിലും അത് അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ന്യൂസോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് നടക്കുന്ന ഇന്റർവ്യൂസോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അല്ലെ. ഇൻഫോർമേറ്റീവ് ആകുന്ന സീരിയലും മറ്റു കാര്യങ്ങളും അല്ല ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പല പോസ്റ്റേഴ്സ് നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അമ്മ കുഞ്ഞിനെ പാലൂട്ടുന്നത് കൊടുക്കുന്ന കുട്ടികൾക്ക്, അതായത് പാല് മിൽക്ക് കൊടുക്കേണ്ട ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട കുട്ടികൾക്ക് ഇന്ന സമയം വരെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമല്ല. പിന്നെ തൈറോയിഡിനെ സംബന്ധിച്ച് ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. അപ്പൊ തൈറോയിഡിനെ കുറിച്ചിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ടെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ ഉള്ളവര് എന്നൊക്കെ പറയുന്നത് അങ്ങനെ എഡ്യൂക്കേറ്റീവ് ആകുന്ന ഒരുപാട് പോസ്റ്റേഴ്സ് ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതെന്താ, നമുക്കപ്പോ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ നമുക്കൊരു തരത്തിലുള്ള ഒരു അറിവ് പകർന്നു തരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ആ ഒരു ടൈമിങ്ങിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് മാത്രം പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഹെൽത്ത്, അതുപോലെ ഹൈജീൻ, അങ്ങനെ പിന്നെ വായിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താ പറയുക ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവിടെ കൊടുക്കേണ്ടത്. വായിക്കാനുള്ള ചില പുസ്തകങ്ങൾ അപ്പൊ ഹൈജീനിക്കിനെ സംബന്ധിക്കുന്നതാകാം, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നതാകാം, അങ്ങനെയുള്ള ചില ബുക്കുകളോ മാഗസിൻസോ ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് വായിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ നോക്കിയിരുന്നോളൂ. അപ്പൊ അവർക്ക് പല കാര്യങ്ങളും പുതിയ അറിവുകൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ് സൂട്ടബിൾ പ്ലേസുകൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം. സ്റ്റോക്ക് സൊല്യൂഷൻസ്, അതായത് നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് അല്ലെ, സൊല്യൂഷൻസ് ഒക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്, അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സൊല്യൂഷൻസും അതുപോലെ പൗഡേഴ്സ്, പല പൗഡർ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്, ഓയിൻമെന്റ് രൂപത്തിലുള്ളതുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഫാർമസിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. പുതിയ മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാനേ അതിന് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ഫാർമസിയിൽ അതൊക്കെ സെപ്പറേറ്റ് വേണം എന്നാണ്. എല്ലാ മരുന്നുകളും കൂടി കൂട്ടിക്കുഴച്ചു കൊണ്ടായിട്ടിരിക്കുന്നതാണോ നമ്മൾ കണ്ടിരിക്കുക? തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ അല്ലെ. പല രീതിയിൽ ഓരോ മരുന്നുകളും അതിന്റെ രീതിയിലാണ് അവര് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്, ഒരു ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാനുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, മെഡിസിൻസ് ഒക്കെ പാക്ക് ചെയ്ത് അത് ലേബൽ ചെയ്ത് വെക്കാനുള്ള അതിന്റെ പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ്, ചില മരുന്നുകളൊക്കെ നമുക്കറിയാം ഷുഡ് ബി റെഫ്രിജറേറ്റഡ്, തിളപ്പിച്ച് ഉപയോഗിക്കേണ്ട മരുന്നുകൾ, അതായത് തണുപ്പില് ആ ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളുണ്ട് അല്ലെ, കോൾഡ് ആയിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളുണ്ട്. അല്ലെങ്കിൽ അത് ചീത്തയായി പോകാനും കേടായി പോകാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിങ് ഉണ്ടായിരിക്കണം. ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ഒരു ലൈബ്രറി, എന്ത് ലൈബ്രറിയാ, ഇടയ്ക്ക് ഫാർമസിയിൽ മരുന്നൊക്കെ എടുത്തുകൊണ്ട് ക്ഷീണിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും നോവലോ എല്ലാ സിനിമ കഥയോ ഒക്കെ വായിച്ചിരിക്കട്ടെ എന്ന് വെച്ചിട്ടുള്ള അതിനുള്ള പുസ്തകങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈബ്രറി ആയിരിക്കുമോ?
തീർച്ചയായിട്ടുമല്ല നമുക്ക് മരുന്നുകളെ സംബന്ധിക്കുന്നത്, രോഗങ്ങളെ സംബന്ധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന ബുക്സ് ഒക്കെ എന്താ പറയാ സ്റ്റോർ ചെയ്തിട്ടുള്ള ലൈബ്രറി ആയിരിക്കും. അപ്പൊ അത്തരം ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. പിന്നെ നമ്മളുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയോ ഐസോടോപ്സ് അല്ലെ, നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഈ റേഡിയേഷൻ ചിലപ്പോഴൊക്കെ അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആകും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയിൽ അത് ലോക്ക്ഡ് ആയിട്ട് തന്നെ, ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്, നമ്മൾ ഉപയോഗിക്കാത്ത സമയത്തൊക്കെ ലോക്ക്ഡ് ആയിട്ടുള്ള റൂമില് അല്ലെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ലാബില് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട സാധനങ്ങളാണെങ്കിൽ റെഫ്രിജറേറ്റർ ലോക്ക് ചെയ്തു എന്ന് എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്, ആവശ്യം വേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഇനി എന്താണ് പറയുന്നത്, അടുത്തത് ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റുകളാണ്. എന്തൊക്കെ എന്താ പറയാ എക്യുപ്മെന്റുകൾ, ഉപകരണങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ്, അതെന്താ, ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഷീറ്റ്, ആ ഒരു കേസ് ഷീറ്റ്, അങ്ങനത്തെ സാധനം കൊണ്ടുവന്നിട്ട് അത് വെക്കാൻ ഫാർമസിയിൽ കൊണ്ടുവന്ന് വെക്കും. കാരണം അതിനകത്താണ് നമുക്ക് വേണ്ടി, ഇപ്പൊ എന്റെ പേര് എഴുതി ഞാൻ ഡോക്ടറെ കണ്ടു, അപ്പൊ എന്റെ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു റെക്കോർഡ്, ഒരു ഫയൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് തന്നെ മരുന്നൊക്കെ എഴുതുന്ന ഒരു ചാർട്ട് പോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ചാർട്ട് കൊണ്ടുവന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ, ഒരു കേസ് അതിനകത്ത് കൊണ്ടുവന്ന് വെക്കും. ഇപ്പൊ എന്റെ കൊണ്ടുവന്ന് വെച്ചു, അടുത്ത ആള് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അയാളുടെ കൊണ്ടുവന്ന് അതിന്റെ മീതെ വെച്ചു, അങ്ങനെ ഇങ്ങനെ വീണ്ടും കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അത് ഇങ്ങോട്ട് എടുത്തിട്ടായിരിക്കും അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മെഡിസിൻസ് ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കേസ്, പിന്നെ ഓരോ ഡ്രഗ്സ് വെക്കാൻ വേണ്ടി, മരുന്നുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള കബേർഡ്, ഷെൽസ്, പിന്നെ സെക്ഷണൽ ഡ്രോയേഴ്സ്. ഇപ്പൊ ഡ്രോയർ ഈ വലിപ്പൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കള്ളികളായിട്ട് മാളുകളിലൊക്കെ പോകുമ്പോ ക്യാഷ് ഇട്ടേക്കണ സെക്ഷൻസ് കണ്ടിട്ടുണ്ടോ? സെക്ഷണൽ ഡ്രോയേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പല മാളുകളിൽ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ ചെന്ന് കഴിയുമ്പോ ഇന്ന് എല്ലാം എന്താ പറയാ, ഈ നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത്, പേയ്മെന്റിന്റെ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർ ആ ഡ്രോ ഇങ്ങോട്ട് വലിക്കുമ്പോൾ കുറെ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയി. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ സോർട്ടിംഗ് ഓഫ് നോട്ട്സ്. നമ്മൾ കൊടുക്കുന്ന നോട്ടുകൾ സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാ, 5-ന്റെ, 10-ന്റെ, 100-ന്റെ, 20-ന്റെ ഒക്കെ അങ്ങനെ സോർട്ട് ചെയ്ത് വെക്കാൻ. അങ്ങനെ ഇതുപോലെയുള്ള സെക്ഷണൽ ഡ്രോയേഴ്സ് ഹോസ്പിറ്റൽ ഫാർമസിയിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ചെറിയ ചെറിയ ഇങ്ങനെ മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വലിയ സ്ട്രിപ്പുകളല്ലാത്തതൊക്കെ, അതൊക്കെ ഇങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചാൽ അത് എളുപ്പം അവർക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ വർക്ക് ടേബിൾസ്, അതായത് മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കവറിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ടേബിൾ ഉണ്ടായിരിക്കണം. സിങ്ക്, വാഷ് ബേസിൻ, സിങ്ക്, പിന്നെ ഒരു ഡ്രെയിൻ ബോർഡ് അതിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ എന്താ പറയാ, വെള്ളം ഇങ്ങനെ പോയി ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോർഡും അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് വെക്കാനുള്ള ഒരു കബേർഡ്. മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് എന്താ, ഇടിക്കുന്ന ചതയ്ക്കുന്ന സാധനമില്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇഞ്ചി, മുളക്, ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കുഞ്ഞിത്. പണ്ടൊക്കെയാണ് അമ്മയും ഉരുളും ഒക്കെ ഉള്ളത് അല്ലെ. ഇപ്പൊ അതല്ല, അതിന് പകരം അതിന്റെ ഒരു മൈനിയേച്ചർ രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ട് അല്ലെ നമുക്ക് ഇടിക്കാൻ. പണ്ടത്തെ സാധനമൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ വെക്കാൻ സെപ്പറേറ്റ് സ്ഥലം വേണം. കാരണം അതൊക്കെ ഇടിഞ്ഞ് താഴെ വീണ കാലും കൈയൊക്കെ എന്താ പറയാ ഫ്രാക്ചർ വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അതിന് പിന്നെ ഗ്ലാസ് യൂട്ടൻസിൽസ്, ചില്ല് പാത്രങ്ങൾ പോലത്തെയുള്ള ഫ്ലാസ്ക്, ഫനൽസ്, ബീക്കേഴ്സ് ഒക്കെ വെക്കാനുള്ള കബേർഡ് വേറെ. റെഫ്രിജറേറ്റർ സ്യൂട്ടബിൾ കപ്പാസിറ്റി ഉണ്ട്. അതിനോട് മരുന്ന് വെക്കാനായതുകൊണ്ട് അത് എത്ര കപ്പാസിറ്റിയിൽ വേണമെന്ന് അവർക്കറിയാം. അപ്പൊ ആ സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള ഫ്രിഡ്ജ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണോ എന്ന് അറിയില്ല. ആ ഒരു എന്താ പറയാ ഫ്രീസിംഗ് ലെവലാണോ, അതിന് ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഫാർമസിയിൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേക കപ്പാസിറ്റി ഉണ്ടായിരിക്കും അത്. പിന്നെ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഒക്കെ ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ നാർക്കോട്ടിക് മരുന്ന്, മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് വെക്കുക. ഓഫീസ് ഡെസ്ക് വിത്ത് ടെലഫോൺ കണക്ഷൻ ഉള്ള ഒരു ഓഫീസ് ഡെസ്ക്, എന്തെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ, അല്ലാണ്ട് വീട്ടിലേക്ക് ഇടയ്ക്ക് വെറുതെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാനല്ല, മറ്റ് ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാനോ നഴ്സുമാരെ കണക്ട് ചെയ്യാനോ ഫാർമസിയിലേക്ക് വിളിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനോ അങ്ങോട്ടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഉള്ള കണക്ഷൻ ഉള്ള ഓഫീസ് ഡെസ്ക് ഉണ്ടായിരിക്കാം. ഡിസ്പെൻസിങ് വിൻഡോ, അതായത് നമുക്ക് നഴ്സസിനും അവിടെ കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കാൻ നഴ്സുമാരായിരിക്കും മരുന്നിന് വരാം. ഓക്കെ, ഇൻപേഷ്യൻസ് ആയവർക്ക് നഴ്സസ് എന്നാണ് കേട്ടോ. ആ വാക്കില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? NURSES എന്നാണ്, MUT എന്നാണ് തോന്നുന്നത്. ഒന്ന് തിരുത്തുക. നഴ്സസിനും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനും മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ദ്വാരം ഉണ്ടാവാറില്ലേ? സംടൈംസ് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ ഒരു ഷേപ്പിലായിരിക്കും.
അങ്ങനെയൊക്കെ പല ഡിസ്പെൻസിങ് നമ്മുടെ കയ്യിട്ട് അത് മരുന്ന് എടുക്കാനും നമുക്ക് മരുന്ന് തരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ വിൻഡോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ് കാര്യങ്ങളിൽ പെടുക. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് ഓർത്ത് വരുന്നത് ഒന്നുകൂടി ഒന്ന് പഠിച്ച് വൃത്തിയായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. അടുത്ത ദിവസം നമുക്ക് അതിന്റെ ബാക്കി ഭാഗമൊക്കെ എടുക്കാം. നിങ്ങളൊന്ന് എന്താ പറയാ മെമ്മറിയിലേക്ക് പതുക്കെ ആ ചാപ്റ്റർ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ചാപ്റ്റർ. പക്ഷെ അങ്ങനെ ഓടിച്ച് തീർക്കാണ്ടല്ലോ, കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ കുറെ ദിവസം മുമ്പ് എടുത്ത ചാപ്റ്റർ ആയതുകൊണ്ട് ഞാനൊന്ന് ഇന്നലെ എടുത്തതല്ല, കഴിഞ്ഞ ആഴ്ച എടുത്തതല്ല, അതുകൊണ്ടാണ് ഒന്നും കൂടി എടുത്തത്. കുഴപ്പമുണ്ടോ? എടുത്തതിൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞതില്. ഓക്കെ, അപ്പൊ ഒന്ന് അവിടെ വരേക്കൊന്ന് ആ എക്യുപ്മെന്റുകൾ വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.